എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എഡ്യൂട്ടൈൻമെന്റ് ഹബിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കുന്നത് ഇന്നത്തെ ക്രിസ്മസ് പരീക്ഷയുടെ 4ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ മാത്തമാറ്റിക്സിന്റെ ആൻസറുകളാണ് നോക്കുന്നത്. എല്ലാവരും ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1, സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റ്. ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 3000 meters race by 4 students in State Sports Fest 2025 is given below. 2025 നടന്നിട്ടുള്ള 3000 മീറ്റർ റേസ് സ്റ്റേറ്റ് ഫെസ്റ്റിന്റെ 4 കുട്ടികളുടെ ടൈമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെയിം കൊടുത്തിട്ടുണ്ട്, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ റേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആള് 9 minutes 25 secondsഉം, രണ്ടാമത്തെ ആള് 9 minutes 50 seconds, മൂന്നാമത്തെ ആള് 9 minutes 28 seconds, നാലാമത്തെ ആള് 9 minutes 13 seconds. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വോൺ ദ റേസ്? ആരാണ് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്? അപ്പൊ ആരായിരിക്കും? ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ള ആളായിരിക്കും ജയിച്ചിട്ടുണ്ട്. അപ്പം ജഗന്നാഥൻ 9 minutes 13 seconds ആണ് എന്ത് ഇതിൽ ജയിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ. ദ 300 meter final was on Thursday 23rd October 2025. Write the dates of Thursdays that came just before and after it. 23 തേഴ്സ്ഡേ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നേ വരുന്ന തേഴ്സ്ഡേയും ശേഷം വരുന്ന തേഴ്സ്ഡേ ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 16ഉം 30ഉം ആയിരിക്കും ഉണ്ടാവുക. 16, 23, 30 എന്ന രീതിയിലായിരിക്കും തേഴ്സ്ഡേകൾ വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ടൈം 3:45 ഓൺ ദ ക്ലോക്ക്. ഈ ക്ലോക്കിൽ 3:45 എന്ത് ചെയ്യുക? ക്ലോക്കിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3:45. അപ്പൊ നമുക്ക് ഫസ്റ്റ് 45 വരക്കാം, പിന്നെ 3യും വരക്കാം. 3:45 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ ടൈം 4:45:15 ഓൺ ദ ഗിവൺ ക്ലോക്ക്. ഇതിൽ 4:45ഉം 15 സെക്കൻഡും വരുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് ഈ ബി ഓപ്ഷൻ ആണ് വരുന്നത്. ആക്ടിവിറ്റി 2, സഞ്ചയിക ഡെപ്പോസിറ്റ്. അപ്പം the സഞ്ചയിക ഡെപ്പോസിറ്റ് കളക്ടഡ് ഫ്രം ദ ക്ലാസസ് ഓഫ് നീലിമല LP സ്കൂൾ ഈസ് ഗിവൺ ബിലോ. ഈ കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ സഞ്ചയിക ഡെപ്പോസിറ്റുകളാണ്. 1, 2, 3, 4 ക്ലാസ്സുകളുടെ ഡെപ്പോസിറ്റുകൾ തന്നിട്ടുണ്ട്. വിച്ച് ക്ലാസ് കളക്ടഡ് ദ ഹയസ്റ്റ് എമൗണ്ട്? ഏത് ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്? അപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ളത് ഇവരാണ്. 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 4245 രൂപ. ഓക്കെ. അപ്പം അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ എമൗണ്ട് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മാളസ്റ്റ്. അതിനെ ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതണം. അപ്പം 4245, 4238, 3200, 2150 അങ്ങനെ ആയിരിക്കും അതിന്റെ ഓർഡർ വരിക. ഓക്കെ. സി, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ക്ലാസ് 1 and 2? അപ്പൊ ക്ലാസ് 1 ഉം 2 പാടെ എത്ര രൂപ കളക്ട് ചെയ്ത് നോക്കാം. 2150 പ്ലസ് 4245 എന്ന് പറയുമ്പോൾ 6395 എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടാം. ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മോർ ഈസ് ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 4 ദാൻ ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 3? 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയതിനേക്കാൾ എത്ര രൂപയാണ് 4ാം ക്ലാസ്സിൽ നിന്ന് അധികം ലഭിച്ചിട്ടുള്ളത് എന്നാ ചോദിച്ചത് കേട്ടോ. അപ്പം നമുക്ക് 4238 മൈനസ് 3200 ചെയ്യുമ്പോൾ 1038 നമുക്ക് എന്ത് ചെയ്യും ആൻസർ ലഭിക്കും. അതിന്റെ ഈ ക്വസ്റ്റ്യൻ പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് പാറ്റേൺ ഗിവൺ ബിലോ. ഈ താഴെ കൊടുത്തിട്ടുള്ളത് റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ എന്ത് ചെയ്യാം നമുക്ക് ശരി അടയാളപ്പെടുത്താനാ പറഞ്ഞിട്ടുള്ളത്. ടിക്ക് മാർക്ക് ഇടാനാ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് പാറ്റേൺ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ആക്ടിവിറ്റി 2, ബി ആണ്. 2B, പ്ലേ ഗ്രൗണ്ട്. നന്മ ക്ലബ് സ്റ്റാർട്ടഡ് എ തട്ടുകട ടു റേസ് ഫണ്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ ഷോപ്പ് ഈച്ച് ഡേ ഇൻ ഗിവൺ ബിലോ. അപ്പൊ സ്കൂളിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നന്മ ക്ലബ് എന്ത് ചെയ്തൊരു തട്ടുകട തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഓരോ ദിവസം കിട്ടിയിട്ടുള്ള വരുമാനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. മൺഡേയിൽ കിട്ടിയിട്ടുള്ളത് തന്നിട്ടുണ്ട്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ തന്നിട്ടുണ്ട്. വിച്ച് ഡേ ഡിഡ് ദ ഗെറ്റ് ദ ഹയസ്റ്റ് എമൗണ്ട്? ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ പൈസ ലഭിച്ചിട്ടുള്ളത്? അത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ തേഴ്സ്ഡേ ആണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. തേഴ്സ്ഡേ ആണ്. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ എമൗണ്ട് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പം ഈ ഒരു ഓർഡറിലാണ് ഇതെന്ത് ചെയ്യുക വരിക. അപ്പൊ നമുക്ക് അടുത്തത് ഫ്രൈഡേയിലുള്ള എമൗണ്ടിനെ നമുക്ക് അബാക്കസിലേക്ക് വരക്കാനാണ് അടുത്ത ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഫ്രൈഡേയിലുള്ള എമൗണ്ട് എത്രയാണ്? 8593 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം അബാക്കസിലേക്ക് വരക്കണം. നമുക്ക് വരച്ചു നോക്കാം. 8000. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ തൗസൻഡ്സിൽ 8 ഇടാം. നോക്കാം. 1 2 3 4 5 6 7 8. 1 2
3 4 5 1 2 3 4 5 6 7 8 9 1 2 3 ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അബാക്കസിൽ വരക്കുന്ന സമയത്ത് വരിക. ഓക്കെ, അതിന്റെ ഡി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ അബാക്കസ് ടു ചേഞ്ച് ദ amount collected on Friday to the amount collected on Wednesday? Put a tick mark on the right option given below. അപ്പോൾ താഴെ കൊടുത്തുള്ള കറക്റ്റ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ആക്ടിവിറ്റി 3 സേവിങ്സിലേക്ക് നോക്കാം. ആക്ടിവിറ്റി 3 സേവിങ്സ്. ലുക്ക് അറ്റ് ദ എമൗണ്ട് വിഡ്രോൺ ഫ്രം നിഷ സേവിങ്സ്. നിഷന്റെ സേവിങ്സ് വിഡ്രോ ചെയ്ത എമൗണ്ടുകളാണ് കൊടുക്കുന്നത്. ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് 9,980 ആയിരുന്നു. വിഡ്രോ ചെയ്തത് 4,000 രൂപയാണ്, 4,000 റുപ്പീസ് ആണ്. എ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ നിഷ സേവിങ്സ്? നിഷന്റെ സേവിങ്സിൽ എത്ര രൂപ ബാക്കി ഉണ്ടാകും? അപ്പം ഉള്ള സേവിങ്സ് വിഡ്രോ ചെയ്ത എമൗണ്ട് കുറച്ചാൽ മതി. 9,980 4,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 5,980 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 4,000 റുപ്പീസ്? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. 4,000 തുല്യമായത് എന്ത് ചെയ്യണം? ഇതില് ടിക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ ഏതായിരിക്കും നോക്കാം. 6,500 650 വരൂല. 6,500 5 ones 100 വരൂല. 6,500 5 200 അതായിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിഷ went to textile shop with the money she had withdrawn. Look at the price and the items. അല്ലെ, അവള് ആ പൈസ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മേടിച്ചു. അപ്പം എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാം. ടീഷർട്ടിന് 360 രൂപയായി, ജീൻസിന് 1,150 രൂപയായി, ഫ്രോക്കിന് 795 രൂപയായി. അപ്പം അവക്ക് ചെലവായത് എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ് ടു ബൈ ഓൾ ദ തിങ്സ്? ഈ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാൻ അവർക്ക് എത്ര രൂപയാണ് ചെലവായതെന്ന് നമുക്ക് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആഡ് ചെയ്യുമ്പം 2,305 എന്ന് ആൻസർ ലഭിക്കും. ഓക്കെ, അടുത്തത് അതിന്റെ ഡി ക്വസ്റ്റ്യൻ ആണ്. When Nisha bought a bag along with these items, the total amount came up as 2,900. How much is left with her? അവൾ ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ ബാഗും കൂടി വാങ്ങിച്ചപ്പോൾ ടോട്ടൽ 2,900 രൂപയായി. അപ്പൊ അവളുടെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കി? ടോട്ടൽ 4,000 രൂപയായിരുന്നു അവൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് 2,900 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,100 എന്ന് കിട്ടും. 1,100 റുപ്പീസ് ആയിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ആൻസർ ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ഈ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പാറ്റേൺ. ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ആ പാറ്റേണിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് 7,360 ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആക്ടിവിറ്റി 4 കലണ്ടർ മാത്ത് ആണ്. ഒക്ടോബർ 2025 കലണ്ടർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തേഴ്സ്ഡേ 2-ാം തീയതി ഗാന്ധി ജയന്തിയാന്ന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് വെനസ്ഡേ ഇൻ ഒക്ടോബർ? ഒക്ടോബറിലെ ഫസ്റ്റ് വെനസ്ഡേ ഏത് ദിവസമായിരിക്കും? നമുക്ക് സിമ്പിൾ ആണ്, 1-ാം തീയതി ആയിരിക്കും. 1-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് വെനസ്ഡേ. വിച്ച് ഈസ് ദ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ ഈസ് ദീപാവലി ഇൻ ദ കലണ്ടർ? കലണ്ടറിൽ ദീപാവലി ഏത് ദിവസമായിരിക്കും? അപ്പോൾ കലണ്ടറിൽ നോക്കുന്ന സമയത്ത് ദീപാവലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2-ാം തീയതി ആകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 20-ാം തീയതി ആയിരിക്കും ദീപാവലി വരുന്നത്. 20-ാം തീയതി ആയിരിക്കും ദീപാവലി വരുന്നത്. ഓക്കെ, അതിന്റെ സി ക്വസ്റ്റ്യൻ, നവംബർ 1 ഈസ് സാറ്റർഡേ. വാട്ട് ഡേ ഈസ് നവംബർ 9? നവംബർ 1 സാറ്റർഡേ ആകുമ്പോൾ നവംബർ 9 ഏത് ദിവസം ആയിരിക്കും എന്നാ ചോദിക്കുന്നത്. 1 സാറ്റർഡേ ആകുമ്പോൾ നവംബർ 9 സൺഡേ ആയിരിക്കും. December, അതിന്റെ ഡി ക്വസ്റ്റ്യൻ, December 1 ഈസ് മൺഡേ. ഹൗ മെനി മൺഡേസ് ആർ ദർ ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ? 1-ാം തീയതി മൺഡേ ആണെങ്കിൽ എത്ര മൺഡേകൾ ടോട്ടൽ ആ മാസത്തിൽ ഉണ്ടാകും? നമുക്ക് ആൻസർ ആയിട്ട് 5 എന്ന് കിട്ടും. 5 ആണ് ആൻസർ കിട്ടുക. ഈ ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ ഗിവൺ ബിലോ. താഴെയുള്ളതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുക. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഫ്രം ദീപാവലി ടു ദ ലാസ്റ്റ് ഡേ ഓഫ് ഒക്ടോബർ? ദീപാവലി മുതൽ ഒക്ടോബർ ലാസ്റ്റ് ദിവസം വരെ എത്ര ദിവസം ഉണ്ടാവും? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് 12 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. ആക്ടിവിറ്റി 5A ബീഡ്സ് നോക്കുക. ഹൗ മെനി ബീഡ്സ് ആർ നീഡഡ് ടു ഗീവ് 36 ബീഡ്സ് ഈച്ച് ടു 4 പീപ്പിൾ? 4 ആളുകൾക്ക് 36 മുത്തുകൾ വീതം കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര എണ്ണം ലഭിക്കും? അപ്പം നോക്കാം, നമുക്ക് ആൻസർ എന്തായിരിക്കും? 36 × 4 144 നമുക്ക് ആൻസർ ലഭിക്കും. അതിന്റെ ബി, അനു ആൻഡ് ബിനു ഡിവൈഡഡ് 36 ബീഡ്സ് ആസ് 12 ഗ്രൂപ്സ് ഓഫ് 3 and 80 ഗ്രൂപ്സ് ഓഫ് 2.
റൈറ്റ് ദ ഡിഫറൻസ് ഗ്രൂപ്പ്സ് ഓഫ് 36 ആസ് ഷോൺ ബിലോ. അപ്പൊ ഈ 36 ഇവരെന്ത് ചെയ്തു? 12 3 ഗ്രൂപ്പുകളും 18 2 ഗ്രൂപ്പാക്കി മാറ്റി. അതുപോലെ വേറെ 2 കൂടി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 4 × 9 ഒന്നും 6 × 6 ഒന്നും എന്ത് ചെയ്യാം. ഓക്കെ. സി ക്വസ്റ്റ്യൻ 9 × 8 is equal to 72. Put a tick mark on the right answer related to 11 × 8. 11 × 8 വരുന്ന കറക്റ്റ് ആൻസർ ഏതായിരിക്കും? അപ്പം ഇതായിരിക്കും 11 × 8 വരുന്ന കറക്റ്റ് ആൻസർ. 2 തവണ 8 കൂട്ടിയിട്ട് അത് 72ലേക്ക് കൂട്ടി കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഇഫ് യു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 7, ഒരു നമ്പറിന് എന്ത് ചെയ്തു? എ കൊണ്ട് ഗുണിച്ചു. യു ഗോട്ട് 140. ആൻസർ ആയിട്ട് 140 കിട്ടി. യു ഗെറ്റ് ഇഫ് യു മൾട്ടിപ്ലൈ ദ നമ്പർ നെക്സ്റ്റ് ടു ദ നമ്പർ ബൈ 7. ഓക്കെ, ഒരു സംഖ്യനെ എ കൊണ്ട് ഗുണിച്ചപ്പോൾ 140 കിട്ടി. അപ്പൊ ആ സംഖ്യയുടെ അടുത്ത സംഖ്യനെ കൊണ്ട് എ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും ആൻസർ ലഭിക്കുക എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് ആൻസർ എത്രയായിരിക്കും? 147 ആയിരിക്കും. സിമ്പിൾ ആണല്ലേ. ആക്ടിവിറ്റി 5B സയൻസ് ഫെസ്റ്റ് ആണ്. See the numbers of students who participate in the various fairs at the school science fest. സ്കൂൾ സയൻസ് ഫെസ്റ്റിൽ കുട്ടികൾ പങ്കെടുത്ത വേരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഇതും എത്ര ആൾക്കാർ പങ്കെടുത്തു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നിന്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. All the students who participate in science fest were given badges. Each badge cost Rs6. ഓരോ കുട്ടിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടിസിപ്പൻസിനുള്ള ബാഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതിനായിട്ടുള്ളത് 6 രൂപയാണ്. അപ്പൊ എ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ് ടു പ്രൊവൈഡ് ബാഡ്ജസ് ടു ദ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ? വർക്ക് എക്സ്പീരിയൻസ് ഫെയറിന് ഇവിടെ എത്ര? 30 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. 30 × 6 150. നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. ബി ക്വസ്റ്റ്യൻ നോട്ട്ബുക്ക് were given as gift to all the participants of the science fest. One notebook cost Rs20. ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ മൊത്തം കുട്ടികളെ നോക്കുമ്പോൾ 100 കുട്ടികൾ ഉണ്ടാവും. 100 × 20 200 എന്ന് നമുക്ക് എന്ത് ചെയ്യും? 100 × 20 2000 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ ലഭിക്കും. സി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ പാറ്റേൺ. ഈ പാറ്റേൺ നോക്കുക. 1000 2000 അല്ലെ, 1000 2000 4000 പിന്നെ ഡാഷിന്റെ 16,000 ഉള്ളത്. 1000 കൂട്ടുമ്പോൾ നമുക്ക് 2000 കിട്ടും. 2000 കൂട്ടുമ്പോൾ 4000 കിട്ടും. അപ്പൊ അടുത്ത എന്തായിരിക്കും? 4000 കൂട്ടിയിട്ട് 8000 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഡി ക്വസ്റ്റ്യൻ 10 × 9 is equal to 90. Put a tick mark on the correct answer related to 13 × 9. 13 × 9 കറക്റ്റ് ആയിട്ടുള്ളത് അതിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം എല്ലാ കുട്ടികൾക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് ചോദിക്കാം. അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.